നമുക്കൊപ്പം ഇപ്പോൾ ഇത്തവണ തൊടുപുഴയിൽ ഒരു തലമുറ മാറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ആ തലമുറ മാറ്റത്തെ തൊടുപുഴ അങ്ങനെ ഹൃദയത്തോട് സ്വീകരിക്കുകയായിരുന്നു. അച്ഛനെ സ്വീകരിച്ച അതേ ജനങ്ങൾ മകനെയും സ്വീകരിച്ചു. നമുക്കൊപ്പം ഇപ്പോൾ അതിഥിയായി തൊടുപുഴയുടെ നിയുക്ത MLA അപ്പു ജോൺ ജോസഫ് ആണ് ചേരുന്നത്. അപ്പു, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ വലിയ അഭിനന്ദനങ്ങൾ. കാരണം തലമുറ മാറ്റം നടത്താനുള്ള തീരുമാനം, അതോടൊപ്പം ആ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയാണ് തുടക്കം. അതെ, തീർച്ചയായിട്ടും തൊടുപുഴയിൽ നിന്ന് നമുക്കൊരു വലിയ ഭൂരിപക്ഷം 44,291 വോട്ടും, അതുപോലെ വോട്ട് ഷെയർ നോക്കിയാൽ 84,700 പരം. ആദ്യമായിട്ടാണ് 80,000-ന്റെ മുകളിലേക്ക് UDFന്റെ വോട്ട് തൊടുപുഴയിലേക്ക് കയറുന്നത്. അപ്പോൾ വലിയൊരു സ്വീകരണമാണ് നിയോജകമണ്ഡലം തന്നത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ ഇപ്പം മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ വന്ന സമയത്ത് ഞാൻ അങ്ങനെ പല ആളുകളും പല നേതാക്കളുടെയും പല MLA-മാരുടെയും ഒക്കെ പ്രതികരണം കേട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ക്ലിയർ ആയി സ്റ്റാൻഡ് എടുത്ത ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അതിൽ തന്നെ അപ്പോൾ പേര് പറഞ്ഞാണ് VD സതീശനെ പിന്തുണച്ചത്. അങ്ങനെ ഒരു ക്ലിയർ സ്റ്റാൻഡ് എടുക്കാൻ എന്തുകൊണ്ടാണ് തോന്നിയതെന്ന്? ഇന്ന് UDFിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്ന് പറയുന്നത് PJ ജോസഫാണ്. UDF സ്ഥാപിച്ച സമയത്ത് അദ്ദേഹം സ്ഥാപക കൺവീനറായിരുന്നു. അപ്പോൾ ശരിയായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാൻ രാഷ്ട്രീയത്തിലെ പരിചയവും ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും ഒരു വലിയ ഘടകമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലുള്ള MLA-മാരിൽ നിന്നും വേണം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നത് അത് ജനങ്ങൾ കൂടി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എന്ന ഒരു നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പരിചയമാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, അപ്പോൾ ഇത്തവണ 8 സീറ്റിൽ മത്സരിച്ചു, 7 ഇടത്തും ജയിച്ചു. അപ്പോൾ നിങ്ങളുടെ പാർട്ടി എന്താണോ ഈ പ്രചാരണ സമയത്ത് പറഞ്ഞിരുന്നത് അത് അതേപോലെ നടന്നു. 8-ൽ 7 വലിയ സ്ട്രൈക്ക് റേറ്റ് ആണ്. ഇത്തവണ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമെന്ന് PJ ജോസഫ് തന്നെ പറഞ്ഞു. പ്രതീക്ഷിക്കുന്നുണ്ടോ 2 മന്ത്രിസ്ഥാനം? അർഹത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കിട്ടുമെന്ന് ഉറപ്പാണോ? ഈ മധ്യ കേരളത്തിൻ്റെ തിരിച്ചുപിടുത്തം, അതായത് UDFിലേക്കുള്ള തിരിച്ചുവരവ് അതിപ്പോൾ തുടങ്ങിയതല്ല. ഈ തിരിച്ചുവരവെന്ന് പറയുന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തൊടുപുഴയിൽ വലിയൊരു UDFിൻ്റെ ഒരു മീറ്റിംഗ് അപ്പച്ചൻ വിളിച്ചു കൂട്ടി. അതിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ, അതുപോലെ KPCC പ്രസിഡന്റ് അടൂർ പ്രകാശ് സാറ്, അതുപോലെ ബെന്നി ബെഹനാൻ തുടങ്ങി UDFിൻ്റെ എല്ലാ നേതാക്കളെയും രമേശ് ചെന്നിത്തല, രമേശ് ജി തുടങ്ങി എല്ലാ UDFിൻ്റെ നേതാക്കളെയും ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് അന്നൊരു പ്രഖ്യാപനം നടത്തി. ഈ ത്രിതല പഞ്ചായത്തിൽ നമ്മൾ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തിരിച്ചു പിടിച്ചിരിക്കും, ഒറ്റക്കെട്ടായി ടീം UDF ആയി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ത്രിതല പഞ്ചായത്തിൽ മധ്യ കേരളം മൊത്തം UDF തൂത്തുവാരി. അതായത് എറണാകുളം ജില്ലാ പഞ്ചായത്ത്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത്, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എല്ലാം നമ്മൾ പത്തനംതിട്ട എല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചപ്പം അവിടെ തുടങ്ങിയതാണ് UDFിൻ്റെ തിരിച്ചുവരവ്. ഈ പ്രാവശ്യവും നമ്മൾ മധ്യ കേരളത്തിൽ, അതായത് എറണാകുളം, ഇടുക്കി, കോട്ടയം ഈ 3 ജില്ലകളിൽ 100% വിജയമാണ്. ഒരു സീറ്റ് പോലും LDF ജയിച്ചിട്ടില്ല. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ വിജയം UDFിന് നേടുവാൻ സാധിച്ചു. ആ വിജയത്തിനോടൊപ്പം തന്നെ 8 സീറ്റിൽ 7 സീറ്റ് കേരള കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചു. കൂടാതെ 2 സീറ്റ് വിട്ടുവീഴ്ച ചെയ്ത ഏക പാർട്ടി കേരള കോൺഗ്രസുമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇടുക്കിയും അതുപോലെ തന്നെ ഏറ്റുമാനൂരും വിട്ടുകൊടുക്കുകയും തൃക്കരിപ്പൂര് എക്സ്ചേഞ്ച് ചെയ്ത് കാഞ്ഞങ്ങാട് എടുക്കുകയും ചെയ്തു. ഈ 3 സീറ്റും തൃക്കരിപ്പൂരും ഇടുക്കിയും ഏറ്റുമാനൂരും UDFിന് വലിയ വിജയം നേടാൻ സാധിച്ചു. അപ്പോൾ ഈ വിട്ടുവീഴ്ചകളുടെ പശ്ചാത്തലത്തിലും കേരള കോൺഗ്രസ് പാർട്ടിയിലെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 87.5%, 8-ൽ 7 സീറ്റ് ജയിച്ചതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അത് തീർച്ചയായിട്ടും പാർട്ടി ചെയർമാൻ ഇന്ന് ചേരുന്ന ഉഭയകക്ഷി യോഗത്തിലൊക്കെ അത് ആ ഒരു ആവശ്യം ഉന്നയിക്കും. ഞാൻ തുടങ്ങിയത് നിയുക്ത MLA എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിയുക്ത മന്ത്രി എന്ന് പറയട്ടെ അവസാനിപ്പിക്കുമ്പോൾ. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതൊന്നും ഈ അവസരത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട വിഷയമല്ല. ആദ്യമായിട്ട് ഈ ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനങ്ങളായി വരണം. അതിനുശേഷം പാർട്ടിയുടെ സമിതികൾ കൂടി പാർട്ടി തീരുമാനമെടുക്കണം. അതിനുശേഷം നമുക്ക് പറയാം.
ശരി, വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നു. ഒരിക്കൽ കൂടി ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇപ്പം തൊടുപുഴയിലെ ജനങ്ങളുടെ മനസ്സ് എന്നും PJ ജോസഫിനൊപ്പം കൂടിയായിരുന്നു, ഇപ്പൊ താങ്കളുടെ കൂടിയാണ്. അപ്പൊ തൊടുപുഴ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ്, സ്വന്തം ജനങ്ങളാണ്. ഇത്തവണ ഇടുക്കിയിൽ വലിയ നേട്ടമാണ്, ആ ജില്ല മൊത്തം കൂടെ നിന്നു UDF-ന്റെ. അപ്പം ജനങ്ങളുടെ വലിയ പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയ്ക്കൊക്കെ ഉയരാൻ കഴിയട്ടെ, ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ. അഭിനന്ദനങ്ങൾ, ആശംസകൾ.